ജയദ്രഥവധം കഴിഞ്ഞതിനു ശേഷവും പാണ്ഡവരും കൗരവരും അവരുടെ പോരാട്ടങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ കുരുക്ഷേത്ര ഭൂമിയിൽ ഏറ്റവും പ്രകമ്പനം കൊള്ളിക്കുന്ന പോരാട്ടങ്ങൾ ഇരുപക്ഷത്തിലുള്ള മഹാരഥന്മാരും ചെയ്തുകൊണ്ടിരുന്ന പോരാട്ടങ്ങളുടെ തുടക്കമായിരുന്നു അന്ന് നടന്ന രാത്രിയുദ്ധം. അതെ, അന്ന് സൂര്യാസ്തമയം സംഭവിച്ചിട്ടും അവർ യുദ്ധം അവസാനിപ്പിച്ചില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 26ാമത്തെ എപ്പിസോഡ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അർജുനൻ ജയദ്രഥനെ സൂര്യാസ്തമയത്തിന് മുൻപ് വധിച്ചിരിക്കുന്നു. ഇത് കൗരവർക്കും പാണ്ഡവർക്കും ഒരുപോലെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. കാരണം അത്രത്തോളം കൗരവർ കഷ്ടപ്പെട്ടു അർജുനനെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാതിരിക്കാനായിട്ട്. കൂട്ടമായി അവർ ശ്രമിച്ചിട്ടുകൂടി അർജുനൻ ജയദ്രഥൻ്റെ തല തെറിപ്പിക്കുക തന്നെ ചെയ്തു. ഇതിൻ്റെ ക്രോധം അടക്കാനാകാതെ കൃപാചാര്യർ, അദ്ദേഹമായിരുന്നല്ലോ വ്യൂഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സുരക്ഷയുടെ ഉറപ്പുവരുത്തേണ്ട ആൾ, ക്രോധത്തോടുകൂടി കൃപാചാര്യർ അർജുനനെ ആക്രമിച്ചു. കൃപാചാര്യർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അശ്വത്ഥാമാവും കൂടെ ചേർന്ന് അർജുനന് മേൽ ശരവർഷം ചൊരിഞ്ഞു. അർജുനൻ്റെ ദേഹത്തേക്ക് ആ അസ്ത്രങ്ങൾ തുളച്ചു കയറി. അസഹനീയമായ വേദനയുണ്ടായി. അർജുനൻ ഉടനെ തന്നെ ക്രോധത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ കൺമുന്നിൽ കാണുന്നത് തൻ്റെ ഗുരുവായിരുന്ന കൃപാചാര്യരെയും അതുപോലെ ഗുരുപുത്രനായ അശ്വത്ഥാമാവിനെയുമാണ്. രണ്ടുപേരെയും അർജുനൻ തൻ്റെ ഹൃദയത്തിൽ വെച്ചേക്കുന്ന ആളുകളാണ്. രണ്ടുപേരോടും അർജുനന് ഒരുപാട് ബഹുമാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്രോധാവസ്ഥയിലും ആ നരോത്തമൻ ചിന്തിച്ചു, ഒരിക്കലും ഇവരെ വധിക്കാൻ വേണ്ടി ഞാൻ പോരാടാൻ പാടില്ല. ഇവർ രണ്ടുപേരും എനിക്ക് എത്രത്തോളം പൂജനീയരാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ മൈൽഡായിട്ട് പോരാടി, തൻ്റെ ശക്തി കുറച്ച് പോരാടി. എന്നാൽ ആ സമയത്ത് കൂടി അവരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ തൻ്റെ ശക്തി കുറച്ച് അർജുനൻ അവരെ അമ്പ് ചെയ്തപ്പോൾ പോലും അതിലെ ചില അസ്ത്രങ്ങൾ കൃപാചാര്യരെ നല്ലതുപോലെ മുറിവേൽപ്പിച്ചു. ആ വേദന സഹിക്കാൻ വയ്യാതെ കൃപാചാര്യർ തൻ്റെ തേർത്തട്ടിൽ തളർന്നിരുന്നു. ഇത് അർജുനന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. കൃപാചാര്യർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. കൃപാചാര്യർ പോയതിന് പിന്നാലെ അശ്വത്ഥാമാവും അവിടെ നിന്ന് പോയി. എന്നാൽ ഇവരിരുവരും അവിടെ നിന്ന് പോയിട്ട് കൂടി അർജുനൻ്റെ മനസ്സിലെ വിഷമം മാറുന്നില്ല. അർജുനൻ്റെ മനസ്സിലൊരു കുറ്റബോധമായിരുന്നു. തനിക്കേറെ പ്രിയപ്പെട്ട തൻ്റെ ആചാര്യനായ കൃപാചാര്യരെയാണ് മുറിപ്പെടുത്തിയത്. അദ്ദേഹം ബോധം കെട്ടിരിക്കുന്ന കാഴ്ച അർജുനന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കൃഷ്ണനോട് അർജുനൻ ഇങ്ങനെ തൻ്റെ ദുഃഖങ്ങളും അതുപോലെ തന്നെ ആചാര്യനായ കൃപാചാര്യരെ അസ്ത്രമേത താനൊരു നീചനാണെന്നും പറഞ്ഞ് അർജുനൻ ദുഃഖിച്ചിരുന്ന സമയത്ത് അർജുനൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു. ഒരു രഥം സാത്വികിയെ ലക്ഷ്യമാക്കി പോകുന്നു. പെട്ടെന്ന് അർജുനൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പൊന്നാനച്ചങ്ങല കൊടിയടയാളമായുള്ള കർണൻ്റെ രഥമായിരുന്നു. കർണൻ്റെ മുഖം അർജുനൻ ശ്രദ്ധിച്ചു. ക്രോധത്തിൽ ഇങ്ങനെ ചുവന്നിരിക്കുകയാണ്. കാരണം ഭൂരിസ്രവസിനെയും ജലസന്ധനെയും സാത്വികി വധിച്ചത് കർണന് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ആ ക്രോധത്തിൽ കർണൻ സാത്വികിക്ക് നേരെ ഇങ്ങനെ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടുടനെ കൃഷ്ണനോട് അർജുനൻ പറഞ്ഞു, മാധവ, ദോ രാധേയൻ സാത്വികിയെ ലക്ഷ്യമാക്കി പോവുകയാണ്. എനിക്ക് ഉറപ്പാണ് ഭൂരിസ്രവസിനെ അവൻ വധിച്ചതിൻ്റെ ദേഷ്യം കർണൻ എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി ഇടപെടണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഭൂരിസ്രവസ് പോയ ആ വഴിയിലേക്ക് തന്നെ സാത്വികിയെ കർണൻ ചിലപ്പോൾ പറഞ്ഞു വിട്ടാലോ എന്ന്, അതായത് കർണൻ സാത്വികിയെ തട്ടിക്കളഞ്ഞാലോ എന്ന്. ഉടനെ തന്നെ കൃഷ്ണൻ അല്പനേരം പോലും ചിന്തിക്കാതെ അതിന് മറുപടി കൊടുത്തു, അല്ലയോ അർജുന, കർണന് സാത്വികി തന്നെ ധാരാളം. സാത്വികിയുടെ കൂടെ ദ്രൗപദീപുത്രന്മാരായിട്ടുള്ള 5 ഉപപാണ്ഡവരുമുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ കർണൻ എന്ത് ചെയ്യാനാണോ? പിന്നെ അത് മാത്രമല്ല, അവൻ്റെ കയ്യിൽ ഈ ദേവേന്ദ്രനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വാസവി ശക്തി എന്ന വേല് അവനവിടെ അവൻ്റെ രഥത്തിൽ വെച്ചിട്ടുണ്ട്. അതൊരു ഇടിമിന്നൽ പോലെ അവൻ്റെ രഥത്തിൽ ഇരിക്കുന്നത് കണ്ടോ? കാലാകാലങ്ങളായിട്ട് അവൻ നിന്നെ ലക്ഷ്യമാക്കി പൂജിച്ചു കൊണ്ട് നടക്കുന്ന ആ വേലാണ് അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നത് പന്തിയല്ല. സമയമാകട്ടെ, ആ ദുരാത്മാവിൻ്റെ അന്ത്യം എപ്പോഴാണെന്ന് എനിക്കറിയാം. അന്ന് അവൻ്റെ മുന്നിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അവനെ സാത്വികി തന്നെ ഡീൽ ചെയ്തോളും എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് അർജുനനും ശ്രീകൃഷ്ണസ്വാമിയും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സാത്വികിയുടെ രഥം ഭൂരിസ്രവസുമായി പോരാടിയപ്പോഴത്തേക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ സാത്വികി നിലത്തോട്ടിറങ്ങി നിൽക്കുകയാണ്, കയ്യിൽ വില്ലും പിടിച്ചുകൊണ്ട്. അങ്ങനെ നിലത്ത് നിൽക്കുന്ന സാത്വികിയെ രഥത്തിൽ വരുന്ന കർണൻ തൻ്റെ ആയുധമുയർത്തി ആക്രമിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അർജുനനും അതുപോലെ തന്നെ അർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉപപാണ്ഡവരും രഥം സംരക്ഷിക്കുവാനായി നിന്ന ഉത്തമൗജസ്സും യുധാമന്യും അവരൊന്ന് ഭയന്നു. അയ്യോ, എന്താ സംഭവിക്കാൻ പോണേ? ഉടനെ തന്നെ കൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖെടുത്തിട്ട് ഋഷഭസ്വരത്തിൽ ശംഖ് വിളിച്ചു. എല്ലാവരും ഒരു അത്ഭുതത്തോടുകൂടി കൃഷ്ണനെ നോക്കുന്നു. അദ്ദേഹം ഒരു പുഞ്ചിരിയോടുകൂടി ആ രഥത്തിലിരിക്കുന്നു, എന്തോ തീരുമാനിച്ചുറപ്പിച്ചേക്കുന്നത് പോലെ. പെട്ടെന്ന് യുദ്ധഭൂമിയുടെ നടുക്കോട്ട് സൂര്യൻ ഒരു രഥത്തിൻ്റെ രൂപമെടുത്തതുപോലെ ഒരു രഥം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം തേജസ്, പൊന്നുകൊണ്ടുണ്ടാക്കിയൊരു രഥം. ആ രഥത്തിൽ നാട്ടിയിരുന്നത് ഗരുഡധ്വജമായിരുന്നു. ആ രഥത്തിൽ പൂട്ടിയേക്കുന്ന കുതിരകളെന്ന് പറയുമ്പോൾ ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, വലാഹകൻ എന്ന പ്രശസ്തമായ 4 കുതിരകൾ. അതെ, ആ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമിയുടെ രഥമായിരുന്നു.
ശ്രീകൃഷ്ണസ്വാമിക്ക് അറിയാമായിരുന്നു ഇങ്ങനൊരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ ദാരുകനെ പറഞ്ഞ് ഏർപ്പാടാക്കി വെച്ചിരുന്നു, ഞാൻ വൃഷഭസ്വരത്തിൽ ശംഖ് വിളിക്കുന്ന സമയത്ത് രഥവുമായി നീ ഞാൻ നിൽക്കുന്നിടത്തേക്ക് വരണം. അതേ ആ കൃത്യസമയത്ത് തന്നെ ദാരുകൻ ആ രഥവും കൊണ്ടെത്തി. എല്ലാവരും കൃഷ്ണനെ നോക്കുന്നു, പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ഇരിക്കുന്നു. എന്നിട്ട് സാത്വികിക്ക് ഒരു അനുവാദവും കൊടുത്തു. സാത്വികി ഉടനെ തന്നെ ആ രഥത്തിലേക്ക് ചാടി കയറിയിട്ട് കർണനെ നോക്കിയിട്ട് തുടങ്ങാം. എന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിലൊരു പോരാട്ടം നിറഞ്ഞേറി. എങ്ങനത്തെ പോരാട്ടമെന്ന് പറയുമ്പോൾ ആകാശമണ്ഡലത്തിൽ നിന്നുകൊണ്ട് ദേവതകളും സിദ്ധന്മാരും എല്ലാവരും നോക്കിക്കാണുന്ന രീതിയിലുള്ളൊരു പോരാട്ടം. അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു പോരാട്ടം, അമാനുഷികമായ പോരാട്ടം. രണ്ടുപേരുടെയും കൈവേഗം, എന്താ കൈവേഗം! ഇവർ മനസ്സിൻ്റെ വേഗതയിലാണ് കർണനും സാത്വികിയും അസ്ത്രമെടുത്തിങ്ങനെ വില്ലിൽ തൊടുത്ത് കുല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അത്ഭുതമായി തോന്നിയത് തേര് തെളിക്കുന്നതിൽ ദാരുകൻ്റെ ആ ഒരു സാമർഥ്യവുമായിരുന്നു. അതിവേഗതയിലായിരുന്നു ആ രഥം കയറ്റുന്നതും ഇറക്കുന്നതും വട്ടം ചുറ്റിക്കുന്നതുമെല്ലാം. ആ ഒരു പ്രകടനവും കൂടെ എല്ലാവർക്കും ഒരു അത്ഭുതം കൊണ്ടുവന്നപ്പോഴത്തേക്കും അവർ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമായിരുന്നു, സാത്വികിയും കർണനും പരസ്പര വിദ്വേഷത്തോടുകൂടി ക്രോധത്തോടുകൂടി പോരാടുന്നു. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ എയ്ത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാത്വികിയുടെ കൂടെ യുധാമന്യവും ഉത്തമോജസും കൂടി കർണനെ ആക്രമിക്കാൻ. അങ്ങനെ ഈ പോരാട്ടം ഒന്ന് മുറുകി തുടങ്ങിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കർണൻ്റെ മുഖത്തെ ക്രോധം. കർണൻ സാത്വികിയെ നോക്കി ദഹിപ്പിച്ചു കളയുമോ എന്ന് എല്ലാവർക്കും തോന്നി. ഉടനെ തന്നെ സാത്വികി സമയം കളയാതെ ഒന്നിനു പിന്നാലെ ഒന്നായി തുടർച്ചയായി കർണനെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പരസ്പരം ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് സാത്വികി ലക്ഷ്യം വെച്ച് കർണൻ്റെ കൈകാലുകളിലേക്ക് അസ്ത്രങ്ങൾ എയ്ത് കയറ്റി. വീതിയുള്ള തലയുള്ള ഒരു അസ്ത്രം കൊണ്ട് കർണൻ്റെ സാരഥിയെ വധിച്ചു, കുതിരകളെ വധിച്ചു. എന്നിട്ട് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ചെയ്തു. കർണൻ്റെ കൊടിയുണ്ടല്ലോ, സ്വർണ്ണ ആനച്ചങ്ങല അടയാളമായിട്ടുള്ള ആ കൊടി, ആ കൊടി പല കഷ്ണങ്ങളായിട്ട് സാത്വികി മുറിച്ചു കളഞ്ഞു. കർണൻ അവിടെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഒരു നിൽപ്പ് നിന്നു. ഒരു ദീർഘശ്വാസം വിടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ദുര്യോധനൻ അവിടെ എത്തി കർണനെ ആ രഥത്തിലേക്ക് കയറ്റി. ഈ സമയം ദുശാസനനും കൂട്ടരും വന്നിട്ട് സാത്വികിയെ വളഞ്ഞാക്രമിച്ചു. സാത്വികി അവരുടെ രഥങ്ങളും തകർത്തു വിട്ടു. എന്നിട്ട് ദുശാസനൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി സാത്വികി ഒരു അസ്ത്രം ഇങ്ങനെ ഊങ്ങി. ഉടനെ തന്നെ തൻ്റെ ആചാര്യനായ അർജുനൻ്റെ ജ്യേഷ്ഠൻ ഭീമസേനൻ ഹസ്തിനപുരത്തെ രാജസഭയെ കിടിലം കൊള്ളിച്ചുകൊണ്ടുള്ള ഭീമൻ്റെ ആ സത്യപ്രതിജ്ഞ ഓർത്തു. 100 കൗരവരെയും താൻ വധിക്കുമെന്നുള്ള സത്യപ്രതിജ്ഞ. അതുകൊണ്ട് സാത്വികി തൻ്റെ അസ്ത്രം അങ്ങ് താഴ്ത്തി. ഇതുപോലെ കർണൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കിയും സാത്വികി അസ്ത്രം ഓങ്ങിയായിരുന്നു. തൻ്റെ ഗുരുനാഥനായ അർജുനൻ്റെ പ്രതിജ്ഞ ഓർത്തിട്ട് സാത്വികി കർണനെ വധിക്കാതെ വിട്ടു. അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം സാത്വികി കാഴ്ചവെച്ചത് ഇരുപക്ഷക്കാർക്കും അത്ഭുതം ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ചുറ്റിനും നിന്ന് എല്ലാവരും സാത്വികിയെ പുകഴ്ത്തുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് യുദ്ധഭൂമിയിൽ വളരെ അമർഷത്തോടുകൂടി ക്രോധത്തോടുകൂടി നിന്ന ഒരാളുണ്ടായിരുന്നു, ഭീമസേനൻ. ഭീമസേനനും കർണനും തമ്മിൽ പോരാടിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് കർണൻ ഭീമസേനൻ്റെ തലയിൽ ഇങ്ങനെ വില്ല് വെച്ചിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കർണൻ ഭീമസേനനോട് പറഞ്ഞല്ലോ. അത് ഭീമന് നല്ല ക്രോധമുണ്ടാക്കി. ഇത് പറഞ്ഞപ്പോയാ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഭീമനും കർണനും തമ്മിലുള്ളൊരു പോരാട്ടത്തിൽ ഞാനൊരു ഭാഗം ഒഴിവാക്കി എന്ന് ചിലർ പറഞ്ഞായിരുന്നു. എനിക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞായിരുന്നു. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, അത് ഞാൻ ഒഴിവാക്കിയതല്ല. ആ ഭാഗം എന്തെന്ന് ഞാൻ പറയാം. ആയുധമില്ലാതിരുന്നിട്ട് ഭീമൻ ആനയും പൊക്കി പിടിച്ച് നിന്നല്ലോ, അതിനെയും തകർത്ത് വിട്ടതിന് ശേഷം കർണൻ വന്ന് ഭീമൻ്റെ തലയിലേക്ക് വില്ല് വെച്ച് നിന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമല്ലോ. പറഞ്ഞതിന് ശേഷം ഭീമസേനൻ കർണനോട് പറയുന്നൊരു ഡയലോഗുണ്ട്, എടോ കർണ, ഇത്രയും വീരവാദം മുഴക്കുന്നുണ്ടല്ലോ, നേരത്തെ പോരാടിയ പോരാട്ടങ്ങളിൽ എത്ര തവണയാണ് ഞാൻ നിന്നെ തോൽപ്പിച്ചത്, എന്നിട്ടും നീ വീരവാദം പറയുന്നു? അത്രത്തോളം വീരനാണ് നീയെങ്കിൽ വാ, നമുക്ക് ഒന്നുകൂടെ പോരാടാം. ഇപ്രാവശ്യം ആയുധങ്ങളൊന്നും വെച്ചല്ല, വെറും മുഷ്ടി വെച്ച് മല്ലയുദ്ധത്തിന് പോരാടാം, ഞാനുമായിട്ട് മല്ലയുദ്ധത്തിന് വാ എന്ന് ഭീമൻ കർണനോട് പറയുകയും ഭീമൻ്റെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ മനസ്സിലാക്കിയ കർണൻ നൈസായിട്ട് അതൊന്നും ഒഴിവാകുകയും ചെയ്യുന്നുണ്ട്. ഇത് KMGയിലുള്ളതാണ്. KMG ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള വ്യാസമഹാഭാരതത്തിലുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബോറി ക്രിട്ടിക്കൽ എഡിഷനാണ്. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ആ ഒരു ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ കർണൻ്റെ ദിഗ്വിജയം ചെയ്യാത്തതും. അല്ലാതെ എനിക്ക് കർണൻ്റെ അടുത്ത് വിദ്വേഷം ഉണ്ടായിട്ടല്ല. കർണൻ്റെ ദിഗ്വിജയം KMGയിലാണ് കിടക്കുന്നത്. അത് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് തിരിച്ചു വരാം. അങ്ങനെ ഭീമസേനൻ അർജുനനോട് പറയുകയാണ്, അർജുന, കർണൻ എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം നീ കേട്ടല്ലോ. നിനക്കറിയാം, ഏവനെങ്കിലും ഇതുപോലെ എന്നോട് സംസാരിച്ചാൽ പിന്നെ അവൻ ഒരു സൂര്യോദയവും കൂടെ കാണാൻ ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാവത്തില്ല. അവനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് നിൻ്റെ സത്യപ്രതിജ്ഞ എനിക്കറിയാവുന്നത് കൊണ്ടാണ്. നീയും ഞാനും എടുത്ത സത്യപ്രതിജ്ഞ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അത് രണ്ടും പാലിക്കുക എന്നുള്ളത് നമ്മളെ രണ്ടുപേരുടെയും ധർമ്മമാണ്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് നീ ചെയ്തിട്ടുള്ള സത്യപ്രതിജ്ഞ, അതായത് അവൻ്റെ കഥ നീ കഴിക്കുമെന്നുള്ള സത്യപ്രതിജ്ഞ, അത് നിറവേറ്റുക. ഭീമൻ നല്ല ദേഷ്യമായി. കാരണം അത്രത്തോളമല്ലേ കർണൻ അവിടെ നിന്ന് സംസാരിച്ചത്. ഭീമൻ ആ ദേഷ്യം വെച്ചാണ് ഇന്നത്തെ ദിവസം രാത്രി മുഴുവനും പോരാടാനും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭീമൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള പോരാട്ടങ്ങൾ, അതായത് ആയുധമൊന്നുമില്ലാതെ കൈവച്ചിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം കാണാൻ പറ്റും. ഭീമൻ്റെ ദേഷ്യത്തെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം
കർണൻ പറഞ്ഞ എന്താണ്? ഭീമന് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല, നീ യുദ്ധം മതിയാക്കണം, നീ വീട്ടിൽ പോയിരിക്കണം, നീ തിന്നാൻ പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഭീമൻ 8 റൗണ്ട് കർണനുമായിട്ട് പോരാടുന്നുണ്ട്. ആ 8 റൗണ്ടിൽ 7 റൗണ്ടിൽ 2 റൗണ്ട് കർണൻ മൈൽഡായിട്ട് പോരാടുന്നുണ്ട്. മറ്റേ 5 റൗണ്ടും ഭീമനെ വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കർണൻ പോരാടിക്കൊണ്ടിരുന്നത്. ആ 5 റൗണ്ടും ഭീമനാണ് ജയിക്കുന്നത്. അതിലൊരു റൗണ്ടിൽ കർണനെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോരാട്ടം അത്രയും കഴിഞ്ഞിട്ട് അവസാനത്തെ 8ാമത്തെ ഒരു റൗണ്ട് പോരാട്ടത്തിൽ കർണൻ ഭീമനെ തോൽപ്പിച്ചതിന് ശേഷം ഭീമനോട് വളരെ മോശമായിട്ടാണ് നിർത്തി അങ്ങ് അപമാനിച്ചത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ശത്രുക്കളുടെ തോലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ആ രീതിക്കാണ് കർണൻ അങ്ങ് പറഞ്ഞ് തുലച്ചു കളഞ്ഞത്. പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഭീമസേനന് ഭയങ്കര ദേഷ്യമായി. അത് അർജുനനോട് പറഞ്ഞു. അർജുനനും ശരിയായിട്ട് തോന്നി. അർജുനൻ അങ്ങനെ കർണൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടബുദ്ധിയായ രാധേയ, നീ എന്തൊക്കെയാണ് എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞത്? നീ പറഞ്ഞതൊരു യോദ്ധാവിന് ചേരുന്ന പരിപാടിയാണോ? കർണ, ധീരന്മാരായിട്ടുള്ള യോദ്ധാക്കൾക്ക് പോരാട്ടത്തിൽ എപ്പോഴും 2 ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്നില്ലെങ്കിൽ ജയം, അല്ലെങ്കിൽ പരാജയം. അത് ദേവേന്ദ്രൻ വന്നാലും അദ്ദേഹത്തിനും ഈ 2 ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കിട്ടുന്നത്. പക്ഷേ ശ്രേഷ്ഠന്മാർ ഇത് രണ്ടിനെ ഒന്നായി കാണാൻ പഠിക്കുന്നു. സാത്വിക നിന്നെ മരണത്തിൻ്റെ വക്കിൽ കൊണ്ടെത്തിക്കുന്നത് വരെ ഞാൻ കണ്ടു. ഒരു ധീരനായ യോദ്ധാവ് ഒരിക്കലും തൻ്റെ പ്രതിയോഗികളോട് ഇത്രയും മോശമായ രീതിയിൽ സംസാരിക്കില്ല. കാരണം ഒരൊറ്റ തവണ എങ്ങനെയോ എൻ്റെ ചേട്ടൻ്റെ രഥം നീ തകർത്തു വിട്ടു. ആ രഥം തകർത്തു വിട്ടതിന് ശേഷം നീ എന്തെല്ലാം മോശമായ വാക്കുകളാണ് എൻ്റെ ജ്യേഷ്ഠൻ ഭീമസേനനോട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പല തവണയാണ് നിൻ്റെ രഥം തകർത്ത് വിട്ടത്. എന്നിട്ട് ഒരു മോശമായ വാക്കെങ്കിലും നിന്നോട് അദ്ദേഹം പറഞ്ഞോ? ഇല്ല. പക്ഷേ നീ അത് ചെയ്തു. നീ ചെയ്ത ഓരോന്നിനുമുള്ള ഫലം ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നിനക്ക് കിട്ടുന്നതായിരിക്കും. നീയല്ലേ എൻ്റെ മകൻ അഭിമന്യുവിൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞത്? അത് കാരണമല്ലേ അത്രയും ക്രൂരമായിട്ടുള്ളൊരു പതനം അവനുണ്ടായത്? നീ ആ ഞാണു മുറിച്ച ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് നീ ദുഃഖിക്കും കർണ. നിന്റെ മുന്നിലിട്ട് നിന്റെ മകനായ വൃഷസേനനെ ഞാൻ വധിക്കുന്നതായിരിക്കും. ഇത് പാണ്ഡുപുത്രനായ അർജുനൻ അവൻ്റെ ആയുധത്തിൽ തൊട്ട് ചെയ്യുന്ന സത്യമാണ് എന്ന് അർജുനൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പാണ്ഡവപക്ഷത്തിൽ ഒരു വലിയ വിജയാരവമുണ്ടായി. എന്നാൽ കൗരവപക്ഷത്തിലുള്ള ആളുകളുടെ നെഞ്ചത്ത് ഒരു ഇടിമിന്നൽ പോലെയാണ് ആ വാക്ക് വന്ന് വീണത്. കാരണം അവർ അത്രത്തോളം ആശ്രയം കർണനിൽ കാണുന്നുണ്ടായിരുന്നു കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കൾ. ഈ സമയത്ത് യുധിഷ്ഠിരൻ ഇവർ 3 പേരെയും കാണുകയാണ്. ആരെയൊക്കെ? കൃഷ്ണാർജുനന്മാരെ, ഭീമനെ, സാത്വികയെ. അദ്ദേഹം വന്നിട്ട് ഈ 3 പേരോടും അദ്ദേഹത്തിൻ്റെ സന്തോഷം അറിയിക്കുന്നു. തൻ്റെ 2 സഹോദരന്മാരെയും പ്രിയപ്പെട്ട സുഹൃത്ത് സാത്വികയും തൻ്റെ ബന്ധുവായിട്ടുള്ള കൃഷ്ണനെയും നേരിട്ട് കണ്ടപ്പോൾ അതിയായ സന്തോഷം അദ്ദേഹത്തിനുണ്ടാകുന്നു. അവർക്കിടയിലൊരു സംഭാഷണം ഉണ്ടാകുന്നു. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നു. ഈ സമയത്ത് സുയോധനൻ വിഷമത്തോടുകൂടി തൻ്റെ ആചാര്യനായ ദ്രോണരുടെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് ദ്രോണരോട് പറഞ്ഞു, നമ്മൾ എന്തിനു കഷ്ടപ്പെട്ടോ അത് നടന്നില്ലല്ലോ ആചാര്യ. അർജുനൻ നമ്മുടെ പട തകർത്തുള്ളിൽ കയറിപ്പോയി കാണിച്ചത് കണ്ടില്ലേ? എത്രയെത്ര മഹാരഥന്മാർ, എത്രയെത്ര ക്ഷത്രിയന്മാർ അവനെ തടയാൻ ശ്രമിച്ചു. അവരെ എല്ലാവരെയും അർജുനൻ വധിച്ചു വീഴ്ത്തി. 1ഉം 2ഉമല്ല ഗുരുദേവ, എൻ്റെ 7 അക്ഷൗഹിണി പടയാണ് അർജുനൻ ഒറ്റയ്ക്ക് മുട്ടിച്ചു വിട്ടത്. അങ്ങ് കാണുന്നില്ലേ തകർന്നു കിടക്കുന്ന എൻ്റെ 7 അക്ഷൗഹിണി പടയെ? ഏതൊരുവൻ്റെ ശക്തിയിലാണോ എൻ്റെ സൈന്യം സുരക്ഷിതമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നത്, ആ ഒരുവൻ്റെ കർണൻ്റെ മുന്നിലിട്ടല്ലേ അർജുനൻ ജയദ്രഥനെ വധിച്ചത്. ഗുരുദേവ, എൻ്റെ 31 സഹോദരന്മാരെയാണ് ഭീമസേനൻ ഈ ഒരൊറ്റ ദിവസം വധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭീമനും സാത്വികയും അർജുനനും കൂടെ ചേർന്ന് എത്രയെത്ര ശ്രേഷ്ഠന്മാരായ യോദ്ധാക്കളെ, ക്ഷത്രിയരെ, നരോത്തമന്മാരെയാണ് ഈ വധിച്ചിട്ടേക്കുന്നതെന്ന് അങ്ങ് കാണുന്നുണ്ടോ? ഞാൻ ഇനി എന്തു പോയാലും വേണ്ടിയില്ല, ഞാൻ ഇവരുമായി പോരാടാൻ പോവുകയാണ്. ഏതറ്റം വരെയിൽ നിന്ന് പോരാടാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. അവരോട് ഞാൻ ചെയ്ത തെറ്റിന്, എനിക്ക് വേണ്ടി പോരാടാൻ വന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. അല്ലേലും ഗുരുദേവ, അങ്ങ് പണ്ടും പാണ്ഡവരോട് പക്ഷഭേദം പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നല്ലോ. അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമല്ലേ അർജുനൻ ഉള്ളിൽ കയറിയത്. അങ്ങയുടെ അനുവാദമില്ലായിരുന്നെങ്കിൽ അർജുനന് കയറാൻ പറ്റത്തില്ലായിരുന്നല്ലോ. ഇനി ആരെയും ഞാൻ നോക്കുന്നില്ല. ഞാൻ എനിക്കെന്തെന്ന് വെച്ചാൽ ചെയ്യാൻ പോവുക. ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എന്തും ചെയ്ത് ഞാൻ കാരണം മരണപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ പോവുക. അങ്ങനെയൊക്കെ ദുര്യോധനൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ ദ്രോണർ ഇടയ്ക്ക് കയറി പറഞ്ഞു, ദുര്യോധന, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണു തുറന്ന് നോക്ക്, പാണ്ഡവർ വ്യൂഹം കെട്ടി ഉള്ളിലോട്ട് വരെയാണ്. ഞാനും കൃതവർമാവ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ഇവിടെ തടഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അകത്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മഹായോദ്ധാക്കൾ കുറേ പേര് അകത്തുണ്ടായിരുന്നല്ലോ. നീ, നിൻ്റെ അനിയൻ കർണൻ, അശ്വത്ഥാമാവ്, എൻ്റെ മോൻ കൃപർ, ഇത്ര പേരുണ്ടായിട്ട് എങ്ങനെ അർജുനൻ ജയദ്രഥനെ വധിച്ചു എന്ന് നിങ്ങൾക്ക് തടയാൻ പറ്റിയില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞതാണ്, സവ്യസാചി അവധ്യനാണ്. അവനുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ദുര്യോധന.
എന്ന് ഭീഷ്മപിതാമഹൻ പതിച്ചുവോ അന്നേ ഈ ലോകം നിനക്കുള്ളതല്ല എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് കൂടി ഞാൻ നിനക്കും നിൻ്റെ സഹോദരന്മാർക്കും വേണ്ടി പോരാടുന്നു. ഞാൻ മാത്രമല്ല, നിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഓരോ മഹാരഥന്മാരും. എന്നിട്ടും എന്തിന് നീ ഇത്രയും ക്രൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് എന്നെയും മറ്റുള്ളവരെയും നോവിച്ചു കൊണ്ടിരിക്കുന്നു ദുര്യോധന? ചെല്ല്, ധൈര്യമായി ഉള്ളിൽ പോ. ഈ പടകൂട്ടി വരുന്ന പാണ്ഡവരെ ഞാനിവിടെ തടഞ്ഞു നിർത്താം. നീ ഉള്ളിൽ പോയി എൻ്റെ മോനെ പോയി കാണ്. എന്നിട്ട് അവനോട് അവൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ പറ. ഇവിടെ നിന്നുകൊണ്ട് ഈ ദ്രോണാചാര്യർ പാഞ്ചാലരെ മുച്ചൂരും മുടിക്കാതെ ഇന്ന് ഞാൻ എൻ്റെ ഈ ചട്ട ഊരുന്നതല്ല എന്ന് ദ്രോണാചാര്യർ പറഞ്ഞു. അങ്ങനെ ദ്രോണാചാര്യർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ദുര്യോധനൻ നേരെ കർണൻ്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തിന് ഇപ്പോഴും തൻ്റെ സുഹൃത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. കർണനോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു, ദുര്യോധന, ആചാര്യനെ കുറവ് പറയരുത്. അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒട്ടും പിറക്കോട്ട് നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സർവ്വശക്തിയും എടുത്ത് തന്നെയാണ് പോരാടുന്നത്. എൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ദ്രോണാചാര്യർക്ക് പാണ്ഡവരെ വീഴ്ത്താൻ കഴിയത്തില്ല. അത് തന്നെയാണ് കാര്യം. അതുകൊണ്ടാണ് ദ്രോണാചാര്യരെ കടത്തിവെട്ടി അർജുനൻ ഉള്ളിലേക്ക് പോയി വ്യൂഹം തകർത്തകത്തോട്ട് കയറിയത്. ഇതിനൊക്കെ കാരണം ഒന്ന് മാത്രമാണ്, വിധി. കാലചക്രം ഓരോ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ദുര്യോധന. അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ നമ്മുടെ പക്കലുള്ളൂ. നീ ഒരു കാര്യം കൂടെ ആലോചിക്കണം ദുര്യോധന. അവർ ജയിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ബുദ്ധി കൂടിയിട്ട് അവരെന്തോ കൂടിയ കാര്യം ചെയ്തിട്ടോ, നമുക്ക് പ്രശ്നങ്ങളുണ്ടായാൽ നമുക്ക് ബുദ്ധി കുറഞ്ഞിട്ട് നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടോ അല്ല. അത് കാലചക്രത്തിൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ്. പണ്ട് പല രീതിക്കും അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഭീമന് വിഷം കൊടുത്ത് വെള്ളത്തിൽ താഴ്ത്താൻ നോക്കി, അരക്കില്ലത്തിലിട്ട് ചുടാൻ നോക്കി, പകിട കളിച്ച് അവരെ എല്ലാവരെയും വനവാസത്തിലോട്ടും അജ്ഞാതവാസത്തിലോട്ടും അയച്ചു. അപ്പോഴെല്ലാം വിധി കോപപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് പറ്റിയതൊന്നും നമ്മുടെ ആരുടെയും പോരായ്മ കൊണ്ടല്ല, അത് വിധി കൊണ്ട് മാത്രമാണെന്നിങ്ങനെ കർണൻ ദുര്യോധനനുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാണ്ഡവപ്പട തിരച്ചുകൊണ്ട് ഒരു ഭയവുമില്ലാതെ അവിടെ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ കാഴ്ച ദുര്യോധനന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദുര്യോധനൻ ക്രോധത്തോടുകൂടി തൻ്റെ കയ്യിലെ വില്ലുയർത്തിപ്പിടിച്ചുകൊണ്ട് പാണ്ഡവപ്പടയിലേക്ക് ഇടിച്ചു കയറി അവിടെ ഭയാനകമായിട്ടുള്ള പോരാട്ടങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. പാണ്ഡവപ്പടയിലേക്ക് പിളർന്നു കയറിയ ദുര്യോധനനെ നോക്കാൻ പോലും പാണ്ഡവ പടയാളികൾക്ക് ധൈര്യമുണ്ടായില്ല. അത്രത്തോളം ഗംഭീരമായിട്ടാണ് ദുര്യോധനൻ പോരാടിക്കൊണ്ടിരുന്നത്. ദുര്യോധനൻ്റെ ആ സമയത്ത് പ്രകടനത്തിലുണ്ടല്ലോ, ദുര്യോധനൻ്റെ രഥചക്രം അനങ്ങുന്ന ശബ്ദം പോലും പാണ്ഡവ പടയാളികൾക്ക് ഭയമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പാണ്ഡവ പടയിലുള്ള ഓരോ യോദ്ധാക്കളെ ദുര്യോധനൻ തൻ്റെ ശരങ്ങൾ കൊണ്ട് എയ്തു വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഇതിനു പുറമെ ദുര്യോധനൻ നൂറുകണക്കിന് ആളുകളെ, നൂറുകണക്കിന് കുതിരകളെ, നൂറുകണക്കിന് ഗജസൈന്യങ്ങളെ എല്ലാം അമ്പെയ്ത് തകർത്ത് വിട്ടുകൊണ്ടിരുന്നു. ദുര്യോധനൻ പാണ്ഡവപ്പടയെ പ്രഹരിച്ചു കൊണ്ടിരുന്ന സമയം പാണ്ഡവപ്പടയുടെ സർവ്വസൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ പാഞ്ചാലപ്പടയുടെ പടത്തലയ്ക്കൽ ഭീമസേനനെ നിർത്തിക്കൊണ്ട് ദുര്യോധനൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അപ്പോഴും ദുര്യോധനൻ ഭയക്കുന്നില്ല. എന്തോ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിൽ ക്രോധാകുലനായിക്കൊണ്ട് ദുര്യോധനൻ ഭീമസേനനിട്ട് 10 അമ്പങ്ങൾ എയ്തു. പിന്നീട് നകുല സഹദേവന്മാരെ അമ്പെയ്തു, വിരാടനെ അമ്പെയ്തു, ദ്രുപദനെ അമ്പെയ്തു, ശിഖണ്ഡിയെ അമ്പെയ്തു, കേകയന്മാരെ അമ്പെയ്തു, സോമകന്മാരെ അമ്പെയ്തു. കാണുന്നവർക്കിട്ട് എല്ലാവർക്കിട്ടും ദുര്യോധനൻ കൊട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ആർക്കും ദുര്യോധനനെ പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ദുര്യോധനൻ്റെ വില്ലിലേക്ക് വീതിയുള്ള തലയുള്ള 2 അസ്ത്രങ്ങൾ വന്നിട്ട് ആ വില്ലിനെ 3 കഷ്ണങ്ങളായി മുറിച്ചിട്ടു. ദുര്യോധനൻ ഒരു അത്ഭുതത്തോട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പ്രതീക്ഷിച്ചത് അർജുനനെ ആയിരുന്നുവെങ്കിൽ കണ്ടത് ധർമ്മപുത്രതയായിരുന്നു. യുധിഷ്ഠിരൻ്റെ അസാമാന്യമായിട്ടുള്ള വീര്യം അന്നവിടെ എല്ലാവരും കണ്ടു. യുധിഷ്ഠിരൻ എന്നിട്ട് ദുര്യോധനന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ മർമ്മം പിളർന്നു. എന്നിട്ട് ഒരൊറ്റ അസ്ത്രം, ആ അസ്ത്രത്തിൻ്റെ ആഘാതത്തിൽ ദുര്യോധനൻ തളർന്ന് തൻ്റെ രഥത്തിലിരുന്നു. അങ്ങനെ പാഞ്ചാലർ ദുര്യോധനനെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങൾ അയച്ച സമയത്ത് ദുര്യോധനൻ്റെ രഥത്തിന് മുന്നിലായിട്ട് ദ്രോണരുടെ രഥം വന്ന് നിന്നു. എന്നിട്ട് അവരുടെ അസ്ത്രങ്ങളെല്ലാം ദ്രോണർ ഏറ്റുവാങ്ങി. എന്നിട്ട് ദ്രോണരവിടെ നിൽക്കുന്ന ഒറ്റ ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടാതെ ഏതു തള്ളിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് അർജുനൻ അവിടെ എത്തി. അർജുനനും യുധിഷ്ഠിരനും സംസാരിച്ചു. സാത്വികി എത്തി. ഇവരെല്ലാവരും കൂടെ ദ്രോണരെ ഒരുമിച്ച് ആക്രമിക്കാനൊരുങ്ങി. കാരണം ദ്രോണരെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ യുധിഷ്ഠിരനും ഭീമസേനനും അവരുടെ കൂടെ ഒരു ചെറിയ സൈന്യത്തോടു കൂടി ദ്രോണരെ ആക്രമിച്ചു. അവിടെ ദൃഷ്ടദ്യുമ്നനും നകുല സഹദേവന്മാരും ഉപപാണ്ഡവരും ദ്രുപദരും അതുപോലെ വിരാടനും അതുപോലെ തന്നെ ഘടോത്കചൻ സഹിതം എത്തി ദ്രോണരുമായി നേരിടാനൊരുങ്ങി. എന്നാൽ ദ്രോണർ അവിടെ ഉള്ള ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടാതെ എല്ലാത്തിനെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ നോക്കി നിന്നപ്പോഴത്തേക്കും ദൃഷ്ടദ്യുമ്നൻ്റെ മക്കളെയും കേകയന്മാരെയും ദ്രോണർ വധിച്ചു. അപ്പോൾ കേകയന്മാരുടെ പടയെയും ദ്രോണരിങ്ങനെ കടന്നു കയറി ആക്രമിക്കുന്ന കണ്ടുടനെ മഹാരഥനും ഒരു രാജാവുമായ ശിബി ചക്രവർത്തിയല്ല,
ഇത് മഹാരഥനായ ശിബി എന്നേ പറയുന്നുള്ളൂ, ഒരു രാജാവാണ്. ശിബി എന്ന രാജാവ് കയറി വന്ന് ദ്രോണരുമായി പോരാടാൻ തുടങ്ങി. എന്നാൽ ക്ഷണനേരം കൊണ്ട് ദ്രോണർ ശിബിയെയും വീഴ്ത്തി. അങ്ങനെ ദ്രോണർ ഇവിടെ ഗംഭീരമായി പ്രഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് കലിംഗദേശത്തെ രാജകുമാരൻ, ആ രാജകുമാരൻ ഇങ്ങനെ ഒരാളെ മാത്രം അന്വേഷിച്ച് നടക്കുകയാണ്, തൻ്റെ പിതാവിനെ വധിച്ച ഭൃഗോദരൻ ഭീമസേനനെ. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കലിംഗപ്പടയെ മുഴുവനും മുടിച്ച് തൻ്റെ സഹോദരന്മാരെയും മുടിച്ച് കലിംഗ രാജാവിനെയും വധിച്ച ആ വൃഗോദരനെ തപ്പി നടക്കുകയാണ് കലിംഗരാജാവ്. ഒടുവിൽ വൃഗോദരൻ്റെ രഥം കലിംഗരാജകുമാരൻ കണ്ടു. കലിംഗരാജകുമാരൻ വൃഗോദരൻ്റെ രഥത്തിനു നേരെ അസ്ത്രങ്ങൾ അയക്കുകയാണ്. കലിംഗരാജകുമാരൻ്റെ കൂടെ കലിംഗദേശത്തെ പടയുമുണ്ട് കേട്ടോ. ഇവരൊരുമിച്ച് ഭീമനെ ആക്രമിച്ച സമയത്ത് ഭീമൻ ആ അസ്ത്രങ്ങൾ വന്ന ദിശയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും തൻ്റെ ദേഹത്തേക്ക് ചില അസ്ത്രങ്ങൾ വന്ന് തട്ടിപ്പോകുന്നതും അതുപോലെ ബിഷോബിൻ്റെ ദേഹത്തേക്ക് ഒരസ്ത്രം കയറുന്നതും കണ്ടു. കലിംഗരാജകുമാരൻ അയച്ച ഒരസ്ത്രം നേരെ പോയി തറച്ചത് ഭീമൻ്റെ സിംഹക്കൊടിയിലേക്കായിരുന്നു. ഓഹോ, അതുകൂടെ ആയപ്പോൾ ഭീമൻ പതുക്കെ ക്രോധത്തിൽ വിറച്ചുകൊണ്ട് ഇങ്ങനെ പൊങ്ങി കലിംഗരാജകുമാരനെ നോക്കി. പിന്നീട് അവരെല്ലാവരും അത്ഭുതപ്പെടുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഭീമസേനൻ്റെ രഥത്തിൽ നിന്ന് എടുത്തങ്ങ് ചാടി. എല്ലാവരും കലിംഗപ്പട ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. ഭീമസേനൻ്റെ രഥത്തിൽ നിന്ന് ചാടിയ ഭീമസേനൻ നേരെ ചാടി കലിംഗരാജകുമാരൻ്റെ രഥത്തിലോട്ട് വന്നങ്ങ് നിന്നു. അത് കണ്ട് എല്ലാവരും പേടിച്ചു. എന്നാൽ കലിംഗരാജകുമാരൻ്റെ രഥത്തിലേക്ക് ചുമ്മാ ഭീമൻ വന്ന് നിൽക്കുകയല്ലായിരുന്നു, തൻ്റെ മുഷ്ടി കൊണ്ട് കലിംഗരാജകുമാരനെ ഇടിച്ചുകൊണ്ടാണ് വന്ന് നിന്നത്. ആ ഇടിച്ച ശബ്ദത്തിൽ കലിംഗരാജകുമാരൻ അവിടെ തീർന്നു. ചുറ്റിനുമുള്ള ആളുകൾക്ക് ഭീമസേനൻ്റെ കരിങ്കൽ ഇടികൊണ്ട് നുറുങ്ങിയ കലിംഗരാജകുമാരൻ്റെ എല്ലുകളുടെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇത് കർണൻ കണ്ടു. കർണൻ ഇത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ക്രോധത്തോടുകൂടി കർണൻ അലറി വിളിച്ചുകൊണ്ട് ഭീമനെ ആക്രമിച്ചു. കർണൻ മാത്രമല്ല, കലിംഗരാജകുമാരൻ്റെ 2 സഹോദരന്മാർ ജയരാധനും അതുപോലെ ധ്രുവൻ, അവർ രണ്ടുപേരും കൂടെ കർണൻ്റെ കൂടെ ഭീമനെ ആക്രമിച്ചു. എന്നാൽ ഈ ആക്രമണം ഭീമന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഭീമൻ ആയുധമൊന്നുമില്ല, കലിംഗരാജകുമാരൻ്റെ രഥത്തിൽ നിൽക്കുകയാണ്. ആ രഥത്തിൽ നിന്നും ഭീമൻ ചാടി ഇറങ്ങി ധ്രുവൻ്റെ രഥത്തിലേക്ക് ഓടി വന്നു. ഭീമന് നേരെ ധ്രുവൻ അസ്ത്രങ്ങൾ അയക്കുകയാണ്. എന്നാൽ മിന്നൽ വേഗത്തിലാണ് ഭീമൻ ഓടി വന്ന് ധ്രുവൻ്റെ രഥത്തിലേക്ക് ചാടിക്കയറിയിട്ട് ധ്രുവനെ പിടിച്ചിട്ട് ഭീമൻ ഒരൊറ്റ ഇടിയായിരുന്നു. ഒന്നല്ല, ഒന്നിലേറെ ഇടിച്ചുകൊണ്ടാണ് ഭീമസേനൻ ധ്രുവനെ വധിച്ചത്. എന്നിട്ട് ധ്രുവൻ്റെ രഥത്തിൽ നിന്ന് ഭീമസേനൻ ജയരാധൻ്റെ രഥത്തിലേക്ക് എടുത്തങ്ങ് ചാടി. കർണൻ നോക്കി നിൽക്കവേ ഒരു രഥത്തിൽ നിന്ന് മറ്റൊരു രഥത്തിലേക്ക് ഭീമൻ എടുത്ത് ചാടുന്നു. എന്നിട്ട് തൻ്റെ ഇടത്തെ കൈകൊണ്ട് ജയരാധൻ്റെ ചട്ടയിൽ പിടിച്ചിട്ട് ഒരു സിംഹം അലറുന്നതുപോലെ ഭീമൻ അലറി. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം വൈകിട്ട് കർണൻ വില്ലുകൊണ്ട് ഭീമൻ്റെ തലയെ തൊട്ടിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ആ ക്രോധം ഭീമൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ തിളക്കയായിരിക്കും. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ഭീമസേനൻ ജയരാധൻ്റെ ചട്ടയിൽ പിടിച്ചു നിർത്തി ഇങ്ങനെ അലറി വിളിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ജയരാധൻ്റെ കവാലം കുറ്റി ഒരു അടി അങ്ങ് കൊടുത്തു. ആ അടിയിൽ ജയരാധൻ വധിക്കപ്പെട്ടു. എന്നിട്ട് ഭീമസേനൻ അവിടെ നിന്ന് ഗർജിച്ചപ്പോഴത്തേക്കും കർണൻ ക്രോധത്തോടു കൂടി സഹിക്കാൻ വയ്യാതെ അലറിക്കൊണ്ട് പൊന്നു കെട്ടിയ ഒരു വേലെടുത്ത് ഭീമന് നേരെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഭീമൻ ചെയ്തു. ഭീമൻ ആ വേലിനെ തകർത്ത് കളഞ്ഞില്ല. ഭീമൻ ആ വേലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. തൻ്റെ വെറും കൈ കൊണ്ട് ആ വേലിങ്ങ് പിടിച്ചെടുത്തു. എന്നിട്ട് തൻ്റെ കൈയൂക്കിൽ ഭീമൻ ആ വേലെടുത്ത് കർണന് നേരെ എറിഞ്ഞു. ആ വേലിങ്ങനെ വരുന്നത് കർണൻ കണ്ടു. സ്പോട്ടിൽ ശകുനി അസ്ത്രമേത വേലങ്ങ് മുറിച്ചിട്ടു. ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ നിന്ന സമയത്ത് ഭീമസേനൻ ക്രോധത്തോടു കൂടി ആ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി തൻ്റെ രഥത്തിൽ കയറി കൗരവപ്പട അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. ധൃതരാഷ്ട്രരുടെ 2 പുത്രന്മാർ ദുർമദനും ദുഷ്കർണനും, ഇവർ രണ്ടുപേരും കൂടെ അവരുടെ രഥത്തിൽ വന്ന് ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടാനൊരുങ്ങി. അങ്ങനെ ഇവരുടെ അസ്ത്രപ്രയോഗം കണ്ട് ഭീമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭീമൻ്റെ കണ്ണിൽ ദുർമദനെയും ദുഷ്കർണനെയും കണ്ടു. ഉടനെ തന്നെ ഭീമൻ അസ്ത്രം ഇതുകൊണ്ട് ദുഷ്കർണൻ്റെ രഥം തകർത്ത് കളഞ്ഞു. ദുഷ്കർണൻ തൻ്റെ രഥത്തിൽ നിന്നിറങ്ങി ദുർമദൻ്റെ രഥത്തിലേക്ക് കയറി. അങ്ങനെ ദുർമദനും ദുഷ്കർണനും കൂടെ ഒരു രഥത്തിൽ നിന്നുകൊണ്ട് ഭീമസേനനെ ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭീമസേനൻ്റെ ക്രോധം അങ്ങ് അധികരിച്ചു വന്നു. എല്ലാവരും ചുറ്റിനും നിന്നപ്പോൾ ദുർമദനും ദുഷ്കർണനും ഒരു രഥത്തിൽ നിന്നുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അവരുടെ രഥത്തിലേക്ക് ഭീമൻ ഇങ്ങനെ നടന്നു നീങ്ങി. ഭീമന് നേരെ വരുന്ന അസ്ത്രങ്ങളിൽ നിന്ന് ഭീമൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് ഭീമൻ ഓടിച്ചെന്ന് അവരുടെ രഥത്തിൽ ഒരൊറ്റ ചവിട്ടായിരുന്നു. ഭീമൻ്റെ ആ ഒരൊറ്റ ചവിട്ടിൽ ആ രഥത്തിൻ്റെ ഒരു ഭാഗം ഭൂമിക്കടിയിലേക്ക് താന്നുപോയി. ഭീമൻ തൻ്റെ നീളമുള്ള കൈകൊണ്ട് ദുർമദനെ പിടിച്ച് നിലത്തിട്ടു, ദുഷ്കർണനെ പിടിച്ച് മുന്നിലിട്ടു. ദുർമദനെ തൻ്റെ മുഷ്ടികൾ കൊണ്ട് ഇടിച്ചിടിച്ച് വധിക്കുകയും ദുഷ്കർണനെ ചവിട്ടി വധിക്കുകയും ചെയ്തു. അങ്ങനെ 2 കൗരവരെയും കൂടെ ഭീമസേനൻ അന്നത്തെ ദിവസം വധിക്കുകയാണ്. 31+2 33 പേരായി. എന്നിട്ട് ഭീമൻ ഉടനെ തന്നെ ക്രോധത്തോടുകൂടി പോർവെറിയോടുകൂടി ഭയാനകമായ മുഖത്ത ഭാവത്തോടുകൂടി തൻ്റെ രഥത്തിലേക്ക് കയറിയതിന് ശേഷം നേരെ യുധിഷ്ഠിരൻ്റെ അടുത്ത് പോയി.
ഈ സമയത്ത് സാത്യകി യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്തു നിന്ന് പോരാടുകയാണ്. സാത്യകി ശ്രീകൃഷ്ണസ്വാമിയുടെ രഥത്തിൽ നിന്ന് പോരാടിക്കഴിഞ്ഞതിന് ശേഷം, അതായത് കർണനുമായി പോരാടിയതിനു ശേഷം, ശ്രീകൃഷ്ണൻ്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ്റെ സഹോദരനാണല്ലോ സാത്യകിയുടെ സാരഥി. അപ്പോൾ സാത്യകിയുടെ സാരഥി ശ്രീകൃഷ്ണസ്വാമിയുടെ സാരഥിയായിട്ടുള്ള ദാരുകൻ്റെ സഹോദരൻ മറ്റൊരു രഥമായിട്ട് അവിടെ വരികയും അതിലേക്ക് സാത്യകി കയറുകയും ചെയ്തു. ആ രഥം എല്ലാത്തിനും സജ്ജമായ രഥമായിരുന്നു. സാത്യകിയുടെ കൊടിയെല്ലാം നാട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ദാരുകൻ ശ്രീകൃഷ്ണസ്വാമിയുടെ രഥവും കൊണ്ട് അവിടെ നിന്നങ്ങ് പോയി. സാത്യകി തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് അവിടെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് സാത്യകിയുടെ രഥത്തിന് മുന്നിൽ ഒരു അസ്ത്രം വന്ന് തളച്ചു. ആ അസ്ത്രം വന്ന ദിശയിലേക്ക് സാത്യകി തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ കണ്ടത് സോമദത്തനെയാണ്. സോമദത്തൻ എന്ന് പറയുമ്പോൾ ഭൂരിശ്രവസിൻ്റെ പിതാവാണ്. ഭൂരിശ്രവസിൻ്റെ പിതാവ് സോമദത്തൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഭീഷ്മർക്ക് തൻ്റെ സഹോദര തുല്യനായിട്ട് വരും സോമദത്തൻ. സോമദത്തൻ അങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുന്നു. സോമദത്തൻ്റെ കണ്ണെല്ലാം കലങ്ങിയിരിപ്പുണ്ട്. സോമദത്തൻ കരഞ്ഞുകൊണ്ടെന്നല്ല, വിഷമിച്ചുകൊണ്ട് സാത്യകിയോട് പറഞ്ഞു, എൻ്റെ മകനായ ഭൂരിശ്രവസ് യുദ്ധം പരിത്യജിച്ച്, അവൻ്റെ കൈ പോയതിന് ശേഷം യുദ്ധം പരിത്യജിച്ച് ഉപവാസം അനുഷ്ഠിച്ചിരിക്കുകയായിരുന്നല്ലോ, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടും നീ അവനെ വധിച്ചു. ഇത് ക്ഷത്രിയ ധർമ്മമാണോ? ഇത് കൊള്ളക്കാർക്ക് ചേർന്ന ധർമ്മമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സാത്യകിയെ വധിക്കും എന്ന് സോമദത്തൻ പറഞ്ഞു. എന്നാൽ അതിന് മറുപടിയായി സാത്യകി സോമദത്തനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണസ്വാമിയുടെ കാലിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു, സാത്യകിയായ ഞാൻ സോമദത്ത നിന്നെ വധിച്ചിരിക്കുമെന്ന്. അങ്ങനെ ഇവർക്കിടയിൽ ഈ പോരാട്ടം ഇറങ്ങിയറാൻ സജ്ജമായ സമയത്ത് ഒരു ഗജസൈന്യം ഇങ്ങനെ സാത്യകി വരുന്നത് കണ്ടു. 100 കണക്കിന് ഗജങ്ങളുണ്ടായിരുന്നു, 1000 ഗജങ്ങൾ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് 10,000 കുതിരസൈന്യം ഇങ്ങനെ ഓടി വരുന്നു. അവരുടെ പടത്തലയ്ക്കൽ നിൽക്കുന്നു നാഗധ്വജനായ ദുര്യോധനൻ. ദുര്യോധനൻ ആ പടയുമായിട്ട് സോമദത്തനെ സംരക്ഷിക്കാൻ എത്തിയതാണ്. ദുര്യോധനൻ്റെ മുഖത്ത് ക്രോധം നിറഞ്ഞ ഒരു ചിരിയുണ്ടായിരുന്നു. ദുര്യോധനൻ മാത്രമല്ല, ദുര്യോധനൻ്റെ അനുയായികളും തൻ്റെ മാതുലനായിട്ടുള്ള ശകുനിയും അവിടെ എത്തി. ശകുനി ഒറ്റയ്ക്കല്ല വന്നത്. ശകുനിയുടെ കൂടെ ശകുനിയുടെ പുത്രന്മാരും പേരക്കുട്ടികളും സഹോദരന്മാരും ഉണ്ടായിരുന്നു. അതുപോലെ 100,000-ലേറെ കുതിരകൾ ശകുനിയും കൊണ്ടുവന്നു ആ കുതിരസൈന്യവുമായിട്ട്. എന്നിട്ട് സാത്യകിയുമായി പോരാടാനൊരുങ്ങി. സാത്യകി ഇവരെല്ലാവരും കൂടെ വളർന്നേക്കുന്നത് കണ്ട് സഹിക്കാനാകാതെ ദൃഷ്ടദ്യുമ്നൻ ഒരു പട കൂട്ടി സാത്യകിയെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ എത്തി. ഇവർക്കിടയിൽ ഒരു പോരാട്ടം അരങ്ങേറി. എന്നാൽ പോരാട്ടം അധികരിച്ച് വന്നപ്പോൾ സാത്യകിയുടെ വില്ലിൽ നിന്ന് വന്ന ഒരു അസ്ത്രം അത് സോമദത്തൻ്റെ ദേഹത്തേക്ക് കയറുകയും സോമദത്തന് ബോധം കെട്ട് രഥത്തിൽ വീഴുകയും ചെയ്തു. എന്നിട്ട് സാത്യകി അവിടെ നിന്ന് പോരാടിയ സമയത്ത് സാത്യകിക്ക് നേരെ അശ്വത്ഥാമ ഒരു ശരവർഷം നടത്തി. ആ അസ്ത്രങ്ങൾ സാത്യകിയുടെ ദേഹത്തേക്ക് വരുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ദിശയിൽ നിന്ന് വളരെ ഭയാനകവും നീളം കൂടിയതുമായിട്ടുള്ള ചില അസ്ത്രങ്ങൾ വന്ന് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രങ്ങളെ മുറിച്ചു വന്ന് അവിടെ തറച്ചു വീണു. അശ്വത്ഥാമാവ് നേരെ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ കാടിളകി വരുന്നത് കണക്കൊരു സേന വരികയായിരുന്നു. ആ സേന തികച്ചും അമാനുഷികമായിട്ടുള്ളൊരു സേനയാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ആ സേനയുടെ പടത്തലക്കലാകട്ടെ അതിഭയാനകമായിട്ടുള്ളൊരു രഥം. ആ രഥം ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചതും കരടിത്തോല് കൊണ്ട് പൊതിഞ്ഞതുമായിരുന്നു. കഴുകൻ്റെ കൊടിയടയാളമുള്ള ഭയാനകമായിട്ടുള്ള ആ ഒരു രഥം. കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ആ രഥത്തിൽ നിൽക്കുന്നത് ഘടോൽഗജനായിരുന്നു. ഘടോൽഗജൻ അലറി വിളിച്ചു കൊണ്ടുവരുന്നു. ഘടോൽഗജൻ ഗർജിക്കുന്നതിനനുസരിച്ച് ഘടോൽഗജൻ്റെ കൂടെ തൻ്റെ ഒരക്ഷൗഹിണി രാക്ഷസ സൈന്യവും ഗർജിക്കുന്നു. ഘടോൽഗജൻ ഒരക്ഷൗഹിണി രാക്ഷസ സൈന്യവുമായിട്ടാണ് വരുന്നത്. ആ രാക്ഷസ സൈന്യവുമായിട്ട് വന്ന് ഘടോൽഗജൻ വരുന്ന വരവെന്ന് പറയുമ്പോൾ അതിഭയാനകമായിട്ടുള്ള ഒന്നായിരുന്നു. കാരണം ഈ രാക്ഷസന്മാർക്ക് രാത്രിയാവുമ്പോൾ ശക്തി കൂടും. അപ്പോൾ അമാനുഷികമായിട്ടുള്ള ശക്തികളെല്ലാം ഈ രാക്ഷസന്മാരുടെ ദേഹത്ത് തിളങ്ങുന്നതെല്ലാം അവർ കാണുന്നുണ്ട്. ചില രാക്ഷസന്മാർ മരവും പൂഴി എടുത്തുകൊണ്ടൊക്കെ വരികയാണ്. ഈ രാക്ഷസപ്പട ഇങ്ങനെ വരുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ കൗരവപ്പടയിലുണ്ടായിരുന്ന ചില ക്ഷത്രിയന്മാരും അതുപോലെ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരും ഒപ്പം കർണനും ആ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി. നോ വേ, ഇനി ഇവിടെ നിൽക്കാൻ വയ്യ എന്നും പറഞ്ഞ് അവരത്ര പേരും അവിടെ നിന്ന് ഓടി. കർണൻ ഉൾപ്പെടെ അവിടെ നിന്ന് പോയപ്പോഴും ഒരാൾ മാത്രം അവിടെ നിലയുറപ്പിച്ചു നിന്നു. പാണ്ഡവരും കൗരവരും അതാരാണെന്നറിയാനായിട്ട് നോക്കിയപ്പോൾ നട്ടപ്പാതിര ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ആ യോദ്ധാവിൻ്റെ നെറ്റിയിൽ ഒരു തിളക്കം അവർ കണ്ടു. പെട്ടെന്ന് ആകാശത്തിലൊരു ഇടി മുഴങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി സിംഹത്തിൻ്റെ വാല് ധ്വജമടയാളമായുള്ള സാക്ഷാൽ അശ്വത്ഥാമാവാണ് അവിടെ നിൽക്കുന്നത്. കൗരവപ്പട അശ്വത്ഥാമാവിനെ ദുര്യോധനന് കൊണ്ടെടുത്ത് ഇവരെ പരിത്യജിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഓടിയിട്ട് കൂടി അശ്വത്ഥാമാവെന്ന ധീരൻ അവിടെ നിന്നു. അശ്വത്ഥാമാവ് ആരാണെന്നും ഈ ദിവസത്തെ പോരാട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കും. വേണ്ട റെസ്പെക്റ്റ് കൊടുക്കാതെ പോയ ഒരാളാണ് അശ്വത്ഥാമാവ്. അദ്ദേഹം ഒരു യോദ്ധാവിനുപരി ഒരു മഹാഗുരുവും കൂടെയാണ്. ഒരുപാട് ശിഷ്യന്മാരുള്ളൊരു ഗുരുവാണ്. അത് ധനുർവേദത്തിൽ മാത്രമല്ല തന്ത്രവിദ്യയിലും ഒരുപാട് ശിഷ്യന്മാരുള്ളൊരു ഗുരുവാണ്. അങ്ങനെ അശ്വത്ഥാമാവ് അവിടെ ഭയമില്ലാതെ അവിടെ നിൽക്കുകയാണ്. അശ്വത്ഥാമാവ് വില്ലുയർത്തി
അതിലേക്ക് അസ്ത്രം വെച്ച് ശാന്തമായി ഞാണ് പുറക്കോട്ട് വലിക്കുന്നു. തൻ്റെ അച്ഛൻ പറഞ്ഞ ആജ്ഞയുണ്ട് യുദ്ധഭൂമി പരിത്യജിക്കരുതെന്നുള്ളത്. ആ ആജ്ഞയുടെ പുറത്ത് അശ്വത്ഥാമാവ് അവിടെ നിൽക്കുകയാണ്. അശ്വത്ഥാമാവിൻ്റെ വില്ലും അസ്ത്രവും തിളങ്ങാൻ തുടങ്ങി. ആ അസ്ത്രങ്ങൾ പോയ ദിശയിൽ ഘടോൽകജൻ സൃഷ്ടിച്ച മായകളെല്ലാം അശ്വത്ഥാമാവ് തകർത്ത് കളഞ്ഞു. എല്ലാവർക്കും ഒരു അത്ഭുതമായി. കാരണം ഘടോൽകജൻ എന്ന് പറയുമ്പോൾ മായാപ്രയോഗത്തിൽ ഇന്ദ്രജിത്തിന് സമനും ശക്തിയുടെ കാര്യത്തിൽ രാവണന് സമവും എന്നാണ് പറയുന്നത് ഘടോൽകജൻ. ആ ഘടോൽകജൻ നിർമ്മിച്ച മായാപ്രയോഗത്തെ അശ്വത്ഥാമാവ് തൻ്റെ അസ്ത്രവിദ്യ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതുവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാക്കി. ഇതുവരെ ഈ എപ്പിസോഡ്. ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ